പങ്കജം പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പോയിട്ട് കഴിച്ചോ. പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും ചെയ്യാൻ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനേ മോനോടൊരു വേലക്കാരി വെക്കാൻ പറയും. വലിയ ഡോക്ടർ അല്ലേ. പിന്നെ നിനക്ക് എന്താ മോളെ ഇവിടെ പണി? ഇത് തള്ളേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വയസ്സായാലേ ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. മോളെ നിനക്കും വയസ്സാവും, അത് നീ മറക്കണ്ട. ഈ നാശം പിടിച്ച തള്ളക്കാരനെ ഒരു ഷോപ്പിങ്ങിനോ ഒന്ന് ബ്യൂട്ടി പാർലർ പോകാനോ ഒന്നിനും പറ്റുന്നില്ല. കഷ്ടം അത്. ഒന്ന് മിണ്ടാണ്ടിക്കമ്മേ, എനിക്ക് പഠിക്കണം. ടീ അപ്പുറത്തെങ്ങാനും പോലും പഠിക്കണം. നീ എന്നെ പഠിക്കാൻ പറ്റാ. എപ്പോ നോക്കിയാലും അമ്മയ്ക്ക് വഴക്കൂടെ. എന്റെ മേടിക്കട്ടെ നീ. എന്താ മോളെ ഇത്? ആ തള്ളയാണ് ഇനി ഞാൻ. പണ്ടാറ തള്ളേ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പ്രമീളെ, നീ എന്താ ഈ കാണിക്കുന്നത്? ഇതെന്റെ അമ്മയാണ്, വയസ്സായ ആളല്ലേ. അമ്മ സതിച്ചേട്ടാ, ഈ തള്ളയുടെ കൂടെ താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ അമ്മ ഇത്? എനിക്ക് ഒരു മനസ്സമാനവും തരൂല്ലേ? ഹോസ്പിറ്റലിൽ പോയാലും ടെൻഷൻ, വീട്ടിൽ വന്നാലും ടെൻഷൻ. അമ്മ ഒന്നും ചെയ്തിട്ടില്ലടാ. അയ്യോ, ഒന്നും ചെയ്തിട്ടില്ല. പാവൻ ചക്കര. വയസ്സായാലെന്താ, നാക്കിന് നല്ല നീളമുണ്ട്. പ്രമീളെ, ദേ മനുഷ്യ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. അതാ നല്ലത്. നിങ്ങൾ മിണ്ടരുത്. ദേ, ഞാനൊരു കാര്യം പറയാം. അമ്മേ, ഏ? അമ്മ വേഗം റെഡിയാവ്, നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടേക്കാ മോനെ? അമ്മേ, നമ്മളൊരു യാത്ര പോവുകയാണ്, കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. അമ്മയുടെ സാധനങ്ങൾ എന്താ വെച്ചാ എടുത്തു വെച്ചോളൂ. അച്ഛാ, നമ്മൾ ടൂർ പോവാണോ? ഞാനും വരുന്നുണ്ട്. മുത്തശ്ശി വാ. നോ പ്രോബ്ലം, നിങ്ങളെ അമ്മക്കൊരു കുറവുണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഓക്കെ സർ, അറിയാം. എന്നാ അമ്മയെ വിളിക്കല്ലേ. അമ്മ, ഇതൊരു സ്നേഹ വീടാണ്. അമ്മക്കിവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഓ, അപ്പൊ നീ അമ്മയെ ഒഴിവാക്കണല്ലേ? എനിക്കും കുറച്ച് മനസമാധാനം വേണം. അമ്മ വീട്ടിൽ നിന്ന ദിവസവും പ്രശ്നമാണ്. അമ്മയ്ക്ക് ഒരു കുഴപ്പം ഇവിടെ ഉണ്ടാവില്ല അമ്മേ. ഞാൻ ഇടയ്ക്ക് വരാം. ശരി മോനെ, എന്റെ കുട്ടിക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഞാനിവിടെ നിൽക്കാം. മോളെ, മാറി നിൽക്ക്. മുത്തശ്ശി പോട്ടെ. കരയല്ലേ, നീ കരയല്ലേ. മുത്തശ്ശി,
കരയാതിരിക്കൂ അമ്മേ. നമ്മൾ മക്കളെ എത്ര സ്നേഹിച്ചാലും വയസ്സാവുമ്പോൾ അവർക്ക് നമ്മളെ വേണ്ട. വയസ്സാവുമ്പോൾ അവരും ഇവിടെ വരും. എന്നാലും എൻ്റെ മോനെ എന്നോട് സ്നേഹമില്ലെങ്കിലും അവനെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എല്ലാം ശരിയാവും.